ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലേ വിത്ത് ടിൻറ്റു. ഇതാണ് നമ്മുടെ പരീക്ഷണശാല. ഇവിടെ ഇരുന്നാണ് നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നത്. സോ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ ക്ലേ, ഇതിൽ വെച്ചിട്ടാണ് ഇന്നത്തെ പരീക്ഷണം. സോ ഈ ക്ലേ ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ളൊരു ടെസ്റ്റാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ ഈ പരുവം കിട്ടണം, ഇതുപോലെ, അതായത് ടീയർ ഡ്രോപ്പായിട്ട് കിട്ടണം. ഭയങ്കര രസമാണിത്. ഇങ്ങനെ വന്നാൽ നമ്മുടെ ക്ലേ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക, ലൈക്ക് ദിസ്. വാവ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ചെയ്യും. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പൂമ്പാറ്റി, ഗ്രീൻ കളർ പൂമ്പാറ്റിയാണ്. സോ ഇതുപോലെ നമ്മുടെ സോഫ്റ്റ് പേസ്റ്റൽസ് ഓർ കളേഴ്സ് എന്താണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അത് എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. മിക്സ് മോസ്റ്റ് ഡിഫിക്കൾട്ട് തിങ്. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ്ട് ഒരു തരം ലൈറ്റ് ഒരു ഗ്രീൻ ഒരു പേസ്റ്റൽ എന്തോ ഒരു കളറ് കിട്ടും, ബൊബാട്ടിയുടെയൊക്കെ ഒരു ഷേപ്പ് തന്നെ. അതിനുശേഷം അത് ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ. സോ നമുക്ക് ഫസ്റ്റ് മേക്ക് ചെയ്യാനുള്ളത് ഈ ബൊബാറ്റി കപ്പിൻ്റെ ഒരു ബോഡി ഉണ്ടല്ലോ, അതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു നൈഫ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഷാർപ്പാണ്. സോ പെർഫെക്റ്റായിട്ട് കിട്ടും എന്തായാലും. ഇതാണ് അതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ ഭയങ്കര മിനിയേച്ചറായിട്ടുള്ളതാണല്ലോ ചെയ്യുന്നത്. ദെൻ ക്യാപ്പ്, അതിന് വേണ്ടിയിട്ട് എൻ്റെ ആയുധം ഇതാണ്, പേനയുടെ അടപ്പ്. സോ അതെടുക്കുക. ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ ഒരു അതിൻ്റെ ഇത് വെച്ചിട്ട് ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു അടപ്പ് പോലെ കിട്ടും. ബൊബാറ്റിയുടെ കപ്പിൻ്റെ മുകളിൽ ആ സംഭവം കിട്ടും. അതിൻ്റെ മുകളിലോട്ട് ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു സർക്കിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഷേപ്പ് കിട്ടും. ഇത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ബൊബാറ്റിയുടെ ഇതെന്ന് പറഞ്ഞാൽ ബോബ കിട്ടാൻ വേണ്ടി നമുക്കൊരു അത്യാവശ്യം വലിയ ഒരു സ്ട്രോ ആണ് കിട്ടാറുള്ളത്. ആ സ്ട്രോ മേക്കിംഗ് ആണ്. ഇതുപോലെ ചെറിയ രീതിയിൽ കുറച്ച് ക്ലേ എടുത്തതിന് ശേഷം ഞാൻ കാണുന്ന പോലെ പരത്തി അതിൽ നിന്ന് കുറച്ചെടുത്ത് കട്ട് ചെയ്ത് ആദ്യം ബോഡി, പിന്നെ അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ അടപ്പ്, ദെൻ സ്ട്രോ. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇതെല്ലാം നമ്മൾ ഒട്ടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ്. അല്ലാണ്ട് ഇത് സ്റ്റിക്കാവാൻ ഇത്തിരി പാടായിരിക്കും. ബിക്കോസ് ഇത്ര മിനിയേച്ചറായിട്ടുള്ളത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ തന്നെ മോസ്റ്റ് ഡിഫിക്കൾട്ട് തിങ്ങാണ് എനിക്കിട്ടോ. സോ ഞാനിപ്പോൾ ഉണ്ടാക്കി. ഇനി നമുക്കിതിൽ കുറച്ച് അൽക്കൂത്ത് പണികൾ, മെയിൻ ബോഡി കഴിഞ്ഞു, ഇനി ഇതിൽ കുറച്ച് അൽക്കൂത്ത് പണികളാണ് മിച്ചമായിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനുള്ളത് ചെറിയൊരു റെഡ് കളർ ക്ലേയുടെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഒരു ചെറി പോലെ ചുമ്മാ ഒരു ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ വെച്ച് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. മെയിൻ അട്രാക്ഷൻ ബോബാസ് ഇതുപോലെ പെർമനൻറ്റ് മാർക്കേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതിലൊരു മെയിൻ പാർട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ വാർണിഷ് ചെയ്യണം. അപ്പോൾ നല്ല ഗ്ലോസി ഫിനിഷ് കിട്ടും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.